17ാം പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് പൂർണ്ണം. ജില്ലയിൽ കനത്ത പോളിംഗ്. വോട്ട് ചെയ്യാനാകാതെ ജില്ലയിലെ പോളിംഗ് ബൂത്തുകളിൽ നിന്ന് നിരാശരായി മടങ്ങിയത് നിരവധി പേർ. വോട്ടർ പട്ടികയിൽ പേരില്ലാതായ കുടുംബങ്ങൾ നിരവധിയെന്ന് പരാതി. ചേറ്റുവ ചിപ്ലിമാടിൽ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം. കുടിവെള്ളക്ഷാമം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വോട്ട് ബഹിഷ്കരണം. ജില്ലയിൽ വീണ്ടും ATM കവർച്ചാശ്രമം. കേച്ചേരിയിൽ ATM കൌണ്ടറിൽ കവർച്ചാശ്രമം നടത്തിയ മോഷ്ടാവിന്റെ ദൃശ്യം CCTVയിൽ പതിഞ്ഞു. വോട്ടിംഗ് മെഷീനുകൾ ഇത്തവണയും വില്ലനായി. വിവിധയിടങ്ങളിൽ വോട്ടിംഗ് വൈകിയത് പ്രതിഷേധത്തിനിടയാക്കി. നമസ്കാരം. വാർത്തകൾ വിശദമായി. 17ാം പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ ആവേശപൂർവ്വം വരവേറ്റ് വോട്ടർമാർ. ജില്ലയിൽ നടന്ന വോട്ടെടുപ്പ് പൂർണ്ണം സമാധാനപരം. 7 ഘട്ടങ്ങളായി നടത്തുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടമായാണ് കേരളമടക്കമുള്ള 13 സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് നടന്നത്. ജില്ലയിൽ 2283 പോളിംഗ് ബൂത്തുകളിലാണ് പോളിംഗ് നടന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയെ തുടർന്ന് വൈദ്യുതി തടസ്സമുണ്ടായത് പലയിടങ്ങളിലും പ്രതിസന്ധി സൃഷ്ടിച്ചു. വിവിപാറ്റ് മെഷീന്റെ തകരാറും വോട്ടെടുപ്പ് വൈകാൻ കാരണമായി. ജില്ലയിൽ തൃശൂർ, ആലത്തൂർ, ചാലക്കുടി ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. മെയ് 23-നാണ് വോട്ടെണ്ണൽ. പാവറട്ടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ വോട്ടർമാരെ കൂട്ടത്തോടെ പട്ടികയിൽ നിന്ന് വെട്ടിനിരത്തിയതായി പരാതി. പഞ്ചായത്തിലെ വാർഡ് 6-ലും 15-ലുമാണ് വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടിപ്പോയിട്ടുള്ളത്. BLOമാർ വോട്ട് ചെയ്യുന്നതിനുള്ള സ്ലിപ്പ് നൽകാത്തതിനെ തുടർന്ന് വോട്ടർ ID കാർഡും ആധാർ കാർഡുമായി പോളിംഗ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പലരും വോട്ടില്ല എന്ന വിവരം അറിയുന്നത്. തങ്ങളുടെ വോട്ട് നിഷേധിക്കപ്പെട്ടതിന്റെ കടുത്ത പ്രതിഷേധമാണ് വീട്ടമ്മമാർ അടക്കമുള്ളവർ പ്രകടിപ്പിച്ചത്. ഈ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വോട്ടവകാശം നിഷേധിച്ചിരിക്കുകയാണ്. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വോട്ട് ചെയ്യാറുള്ളതാണ്. ഈ തവണ ഞങ്ങളുടെ വീട്ടിലത്തെ 5 ആൾക്കും വോട്ടില്ല. അതിൻ്റെ വളരെ വിഷമത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ വോട്ടവകാശം നിഷേധിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. ഇത്രയും കാലം ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് ഈ ഒരു വർഷത്തിൽ ഞങ്ങളുടെ പേരും ഇല്ല, ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നവരാണെന്ന് പോലും ഇല്ല എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ്. പഞ്ചായത്തിലെ 6ാം വാർഡിൽ 20ഓളം കുടുംബങ്ങളിൽ നിന്നായി 60-ലേറെ വോട്ടുകളാണ് വെട്ടിപ്പോയിട്ടുള്ളത്. വോട്ട് നിഷേധിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് റിട്ടയർഡ് അധ്യാപകനായ KL തോമസ് പറഞ്ഞു. ഇന്നേ വരെ ഞാൻ ഏതെങ്കിലും ഒരു വോട്ട് ചെയ്യാതെ ഏതെങ്കിലും ഒരു വോട്ടിൽ പങ്കെടുക്കാതിരുന്നിട്ടില്ല. ഏറ്റവും താല്പര്യത്തോടു കൂടി പോയിട്ട് വോട്ട് ചെയ്യാറുള്ള ആളാണ്. ഇപ്രാവശ്യം ജീവിതത്തിൽ ആദ്യമായി എൻ്റെ വോട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. വോട്ട് ചെയ്യാനായി വിദേശങ്ങളിൽ നിന്ന് വന്നവർ പോലും ഇക്കൂട്ടത്തിലുണ്ട്. പാവറട്ടി തീർത്ഥകേന്ദ്രത്തിന് സമീപമുള്ള കുടുംബങ്ങളുടെ വോട്ടുകളാണ് പഞ്ചായത്തിലെ ഒരു ബൂത്തിലും കണ്ടെത്താൻ കഴിയാതായത്. വോട്ട് നിഷേധിച്ചതിന്റെ കാരണമെങ്കിലും അധികൃതർ വ്യക്തമാക്കണമെന്ന് ഒളപ്പമണ്ണ ബാലസാഹിത്യ അവാർഡ് ജേതാവും അധ്യാപകനുമായ റാഫി നീലങ്കാവിൽ പറഞ്ഞു. ഇതുവരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും വോട്ട് ഇതുവരെ നഷ്ടമാക്കിയിട്ടില്ല. ഇത് ഞങ്ങളുടേതല്ലാത്ത ഒരു കുറ്റത്തലാണ് എന്നതിൽ ഈ ഒരു കാര്യത്തിൽ എന്ത് ആണ് സംഭവിച്ചത് എന്നതെന്നും അറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുടങ്ങാതെ വോട്ട് ചെയ്യുന്നവരുടെ വോട്ടുകളാണ് ഇത്തവണ നഷ്ടമായത്. 15ാം വാർഡിൽ വോട്ടുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗം മണലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റിന്റെയും അദ്ദേഹത്തിന്റെ തറവാട്ടിലെ 17 പേരുടെ പേരുകളും വോട്ടർ പട്ടികയിൽ കാണാനില്ലെന്ന് KJ ജെയിംസ് പരാതിപ്പെട്ടു. എന്നോടൊപ്പമുള്ള എൻ്റെ വീട്ടുകാരും എൻ്റെ തറവാട്ടിൽപ്പെട്ട ആളുകളും തൊട്ടടുത്ത 2-3 ബൂത്തുകളിലേക്ക് വീട് മാറി താമസിച്ചതിൻ്റെ ഫലമായി ആദ്യമായി 17ഓളം വോട്ടുകൾ ഒറ്റ ഫാമിലിയിൽ തന്നെ വെട്ടിമാറ്റിയിരിക്കുന്ന രൂക്ഷമായ പ്രതികാര പ്രവർത്തനമാണ് അവിടെ നടന്നിട്ടുള്ളത്. മണലൂർ നിയോജക മണ്ഡലത്തിൽ UDF ഭരിക്കുന്ന ഏക പഞ്ചായത്താണ് പാവറട്ടി. മണലൂരിൽ UDF സ്ഥാനാർത്ഥി മികച്ച ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന പഞ്ചായത്തും പാവറട്ടിയാണ്. UDF അനുഭാവികളുടെയും പ്രവർത്തകരുടെയും വോട്ടുകളാണ് കൂടുതലായും വെട്ടിപ്പോയിട്ടുള്ളതെന്നാണ് ആക്ഷേപം. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണോ വോട്ടർ പട്ടികയിൽ നിന്നും പേരുകൾ വെട്ടിനീക്കിയിട്ടുള്ളതെന്ന് അന്വേഷിക്കേണ്ടതുണ്ടെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കരട് വോട്ടർ പട്ടിക വന്നപ്പോൾ ബൂത്ത് തലത്തിൽ വേണ്ടത്ര പരിശോധന നടത്തുന്നതിൽ വന്ന വീഴ്ചയാണ് ഇത്തരം പ്രതിസന്ധിക്ക് ഇടയാക്കിയതെന്ന് പറയുന്നുണ്ട്. വെങ്കിടങ്ങ് പഞ്ചായത്തിലും മുല്ലശ്ശേരി പഞ്ചായത്തിലും സമാനമായ രീതിയിൽ വോട്ടുകൾ വെട്ടിപ്പോയതായി പരാതിയുണ്ട്. TCV ന്യൂസ്, പാവറട്ടി. കടങ്ങോട് പഞ്ചായത്തിൽ UDF അനുഭാവികളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്നും വ്യാപകമായി നീക്കം ചെയ്തതായി പരാതി. വെള്ളറക്കാട്, ചെറുമനങ്ങാട് പ്രദേശങ്ങളിലെ 112, 116, 117, 121 എന്നീ ബൂത്തുകളിൽ നിന്നും 300-ലധികം വോട്ടർമാരുടെ പേരുകൾ വെട്ടിമാറ്റിയതായി പറയുന്നു. ഇതിനെ തുടർന്ന് വോട്ടർമാർക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിയാതെ മടങ്ങേണ്ടി വന്നു.
BLOമാരുടെ ഭാഗത്തു നിന്നുള്ള അപാകതയാണെന്ന് ചൂണ്ടിക്കാണിച്ചും സംഭവത്തിന് പുറകിൽ രാഷ്ട്രീയ ഇടപെടലുകളുണ്ടോ എന്നതിനെക്കുറിച്ചും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും ജില്ലാ ചീഫ് പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകുമെന്ന് UDF നേതൃത്വം അറിയിച്ചു. സിനിമാ നടൻ ജോജു ജോർജിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലാതിരുന്നതിനാൽ വോട്ട് ചെയ്യാനായില്ല. താമസം മാറിയതിനാൽ പഴയ സ്ഥലത്ത് പേര് നീക്കം ചെയ്യുകയും പുതിയത് ചേർക്കാതിരുന്നതുമാണ് തടസ്സമായത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ ചേറ്റുവ ചിപ്ലിമാടിൽ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം. 9 വർഷത്തോളമായി കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും തിരിഞ്ഞു നോക്കാത്ത ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് അധികൃതരോടും വാട്ടർ അതോറിറ്റി അധികൃതരോടുമുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതെന്നാണ് നാട്ടുകാരുടെ പക്ഷം. അവര് പല തവണ വന്നിട്ട് ഇവിടെ പൈപ്പിന്റെ കേടുപാട് നോക്കാന്ന് പറഞ്ഞ് പലയിടത്തും അവര് ചെക്ക് ചെയ്തു. പിന്നെ അവർ പുതിയ പൈപ്പ് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം വാട്ടർ അതോറിറ്റിക്കാർ ഇവിടുന്ന് അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് പോയി. പിന്നെ അവർ കാര്യമായിട്ടുള്ളൊരു ശ്രദ്ധയില്ല. പഞ്ചായത്തിൻ്റെ വളരെ ഒരു മോശമായ അനാസ്ഥയാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഇതിൽ മനസ്സിലാവുന്നത്. ജനങ്ങളൊന്നിറങ്ങി തീരുമാനിച്ച് നമുക്ക് എന്തായാലും വോട്ട് ബഹിഷ്കരിക്കാന്നുള്ളത്. അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ ഞങ്ങൾക്ക് നല്ലോണം വെള്ളം കിട്ടാനുള്ളൊരു ഇത് വേണം. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇറങ്ങിയേക്കുന്നത്. രാഷ്ട്രീയ പാർട്ടിക്കാരോടുള്ള ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും രാഷ്ട്രീയമാണ്, ഒരാളോടൊന്നും ദേഷ്യം കൊണ്ടൊന്നുമല്ല. ഇതാണ് സംഭവം. ചിപ്പിളിമാടിൽ കെട്ടിയ പന്തലിൽ ഇത് 16ാം ദിവസമാണ് വീട്ടമ്മമാരും കുട്ടികളും അടക്കമുള്ളവർ സമരമിരിക്കുന്നത്. ഒട്ടേറെ തവണ പഞ്ചായത്ത് വാട്ടർ അതോറിറ്റി അധികൃതർക്കെല്ലാം പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. 70ഓളം കുടുംബങ്ങളിൽ നിന്നുമായി 300ലേറെ വോട്ടർമാരാണ് തങ്ങളുടെ സമ്മതിദാനാവകാശം ഇത്തവണ വേണ്ടെന്ന് വെച്ചത്. ഇതിൽ വ്യത്യസ്ത പാർട്ടി അനുഭാവികളായ കുടുംബങ്ങൾ ഉണ്ടെന്നതാണ് പ്രത്യേകത. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളായ ഇവർ ഉപ്പുവെള്ള ഭീഷണിയും വാട്ടർ അതോറിറ്റിയുടെയും പഞ്ചായത്തിന്റെയും നിസ്സംഗതയും ചൂണ്ടിക്കാണിച്ചാണ് സമരം നടത്തുന്നത്. സമരപ്പന്തലിൽ കഞ്ഞിയും പുഴുക്കും ഇവർ തയ്യാറാക്കി. ഏതാനും ദിവസം മുമ്പ് സമരപ്പന്തൽ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ സന്ദർശിച്ചിരുന്നു. താൻ ജയിച്ചെത്തിയാൽ ഇക്കാര്യം പരിഗണിക്കുമെന്ന് സ്ഥാനാർത്ഥി ഉറപ്പ് നൽകിയെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തണുപ്പിക്കാനായില്ല. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ അവകാശമാണ് വോട്ടെടുപ്പ് എന്നറിയാമെങ്കിലും കുടിവെള്ളം കിട്ടാനുള്ള ഗതികേട് മൂലമാണ് വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. TCV ന്യൂസ്, തൃപ്രയാർ. കേച്ചേരിയിൽ ATM കൗണ്ടറിൽ കവർച്ചാ ശ്രമം. മോഷ്ടാവിന്റെ ദൃശ്യം CCTVയിൽ പതിഞ്ഞു. കേച്ചേരി സെന്ററിലെ SBI ATMിലാണ് കവർച്ചാ ശ്രമം നടന്നിട്ടുള്ളത്. മുഖം പകുതി മറച്ച മോഷ്ടാവാണ് കവർച്ചാ ശ്രമം നടത്തിയിട്ടുള്ളതായി CCTVയിൽ പതിഞ്ഞിട്ടുള്ളത്. ഇതര സംസ്ഥാന മോഷ്ടാവാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ക്യാമറയിലേക്ക് സ്പ്രേ അടിച്ച ശേഷം മുഖത്തെ തുണി പാതി മാറ്റുന്ന ദൃശ്യവും ലഭ്യമായിട്ടുണ്ട്. പുലർച്ചെ 3 മണിയോടെയാണ് കവർച്ചാ ശ്രമം നടന്നിട്ടുള്ളത്. ATM തകർക്കാൻ മോഷ്ടാവ് ശ്രമിച്ചിട്ടില്ല. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മാസങ്ങൾക്ക് മുമ്പ് കൊരട്ടിയിലും ഇരുമ്പനത്തും വൻ ATM കവർച്ച നടന്നിരുന്നു. എരുമപ്പെട്ടി മേഖലയിൽ വ്യാപകമായ യന്ത്രത്തകരാർ മൂലം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. എരുമപ്പെട്ടി, വേലൂർ, കടങ്ങോട് പഞ്ചായത്തുകളിലെ 7 ബൂത്തുകളിലാണ് യന്ത്രത്തകരാർ മൂലം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കോട്ടപ്പുറം അംഗനവാടി 140ാം ബൂത്തിൽ യന്ത്രത്തകരാർ മൂലം വോട്ടെടുപ്പ് നിർത്തിവെച്ചു. ആറ്റത്ര LP സ്കൂൾ 141ാം ബൂത്തിൽ മോക്ക് പോൾ നിർത്തിവെച്ചു. അരമണിക്കൂറിന് ശേഷമാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. 134ാം ബൂത്തിൽ 20 മിനിറ്റും 135ാം ബൂത്തിൽ ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് മൂലം അരമണിക്കൂറും വൈകിയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. വേലൂർ പഞ്ചായത്തിൽ 162ാം ബൂത്ത് RMLP സ്കൂളിൽ 20 മിനിറ്റ് വൈകിയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. കടങ്ങോട് പഞ്ചായത്തിലെ 117ാം ബൂത്തിൽ യന്ത്രത്തകരാർ മൂലം 3 മെഷീനുകൾ മാറ്റിവെച്ചു. 1 മണിക്കൂർ വൈകിയാണ് ഇവിടെ വോട്ടെടുപ്പ് ആരംഭിച്ചത്. 112ാം ബൂത്ത് ചിറുമനേങ്ങാട് MLP സ്കൂളിൽ യന്ത്രത്തകരാർ മൂലം മോക്ക് പോൾ നിർത്തിവെച്ചു. അരമണിക്കൂറിന് ശേഷം പുതിയ മെഷീൻ എത്തിച്ചാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. തീരദേശ മേഖലയിൽ കനത്ത ചൂടിനെ അവഗണിച്ച് വോട്ടർമാർ. യന്ത്രത്തകരാർ പലയിടങ്ങളിലും പ്രതിസന്ധി സൃഷ്ടിച്ചു. രാവിലെ 7 മണിക്ക് മുൻപ് നടത്തിയ ട്രയൽ വോട്ടിൽ അപാകതയുണ്ടെന്ന പരാതിയെ തുടർന്ന് വോട്ടിംഗ് മെഷീൻ മാറ്റി വോട്ടെടുപ്പ് ആരംഭിച്ചു. വാടാനപ്പള്ളി കുട്ടമുഖം 142ാം നമ്പർ ബൂത്തിൽ തുടക്കത്തിൽ തന്നെ വോട്ടിംഗ് മെഷീൻ തകരാറിലായതോടെ അരമണിക്കൂർ സമയം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. പിന്നീട് മെഷീൻ തകരാർ പരിഹരിച്ച് തളിക്കുളം SNKLP സ്കൂളിലെ 13ാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് 3ാം തവണയാണ് മെഷീൻ മാറ്റിവെച്ചത്. ഇതുമൂലം 2 മണിക്കൂറോളം സമയം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. രാവിലെ മുതൽ വോട്ടർമാരുടെ കനത്ത തിരക്കായിരുന്നു ഇവിടെ. നാട്ടിക SN കോളേജിലെ 118ാം നമ്പർ ബൂത്തിൽ മെഷീൻ തകരാറിനെ തുടർന്ന് അരമണിക്കൂർ സമയം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. വലപ്പാട് സെന്റ് മേരീസ് LP സ്കൂളിലെ 129ാം നമ്പർ ബൂത്തിൽ വോട്ടർമാരുടെ കനത്ത തിരക്കുണ്ടായിട്ടുണ്ട്. വോട്ടെടുപ്പ് മന്ദഗതിയിലായതും പ്രതിഷേധത്തിനിടയാക്കി. വലപ്പാട് ബീച്ച് വിദ്യാവിലാസം UP സ്കൂളിലെ
133 നമ്പർ ബൂത്തിൽ മെഷീൻ തകരാർ മൂലം അല്പസമയം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. ചാവക്കാട് മേഖലയിൽ വോട്ടിംഗ് മെഷീൻ 5 ഇടത്ത് പണിമുടക്കി. 3 ഇടത്ത് വോട്ടിംഗ് ആരംഭിക്കാൻ മണിക്കൂറുകളോളം വൈകി. 2 ഇടത്ത് വോട്ടെടുപ്പ് നിർത്തിവച്ചു. കടപ്പുറം പഞ്ചായത്തിലെ തൊട്ടാപ്പ് ഫോക്കസ് സ്കൂളിലെ 152 നമ്പർ ബൂത്തിൽ വിവിപാറ്റ് മെഷീനുകൾ തകരാറിലായതിനെ തുടർന്ന് 1.25 മണിക്കൂറാണ് വോട്ടിംഗ് വൈകിയത്. പിന്നീട് അഡീഷണൽ മെഷീനുകൾ സ്ഥാപിച്ചെങ്കിലും ഇവയും പ്രവർത്തനരഹിതമായി. തൊട്ടടുത്ത 151 നമ്പർ ബൂത്തിലും അരമണിക്കൂർ വോട്ടിംഗ് വൈകി. മെഷീൻ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട തകരാറാണ് കാരണം. മണത്തല BBLP സ്കൂളിലെ 142 നമ്പർ മെഷീനിലെ ബട്ടൺ തകരാറിലായതിനെ തുടർന്ന് കുറച്ചു സമയം വോട്ടിംഗ് നിർത്തിവെച്ചു. ചാവക്കാട് നഗരസഭ പാലയൂർ സെന്റ് തോമസ് LP സ്കൂൾ 118 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ പണിമുടക്കി. കടപ്പുറം പുതിയങ്ങാടി 161 നമ്പർ ബൂത്തിൽ വിവിപാറ്റ് ലൈറ്റ് തകരാറിലായതിനെ തുടർന്ന് വോട്ടെടുപ്പ് 1 മണിക്കൂർ വൈകി. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. ചേലക്കര പഞ്ചായത്തിലെ പങ്ങാരപ്പള്ളി UP സ്കൂളിൽ 92 ബൂത്തിൽ യന്ത്ര തകരാർ മൂലം പോളിംഗ് അരമണിക്കൂർ വൈകി. എളനാട് സെന്റ് ജോൺസ് സ്കൂളിലെ 160 നമ്പർ ബൂത്തിൽ വെളിച്ചക്കുറവ് മൂലം മെഴുകുതിരി വെളിച്ചത്തിലാണ് വോട്ടിംഗ് നടന്നത്. ചേലക്കര SMT സ്കൂളിലെ 77 നമ്പർ ബൂത്തിലും വിവിപാറ്റ് മെഷീന്റെ തകരാർ മൂലം വോട്ടിംഗ് വൈകി. CPM കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ തൊണ്ണൂർക്കര AUP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. 1 മണിക്കൂറോളം വരി നിന്ന ശേഷമാണ് വോട്ട് രേഖപ്പെടുത്താനായത്. ഇടതുപക്ഷത്തിന് വൻ മുന്നേറ്റമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ E. വേണുഗോപാല മേനോൻ AUP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ചേലക്കര മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് എയ്ഡ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എരുമപ്പെട്ടി മേഖലയിലെ ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായതും വോട്ടിംഗ് ഇഴഞ്ഞു നീങ്ങിയതും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി. വോട്ടെടുപ്പ് തീരുന്ന സമയമായ 6 മണിക്ക് ശേഷവും പല ബൂത്തുകളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. ചിറ്റണ്ട പോളിംഗ് സ്റ്റേഷനിൽ 3 ബൂത്തുകളിലായി 500-ലധികം പേരും, കോട്ടപ്പുറം 140 ബൂത്തിൽ 200ഓളം പേരും വോട്ട് രേഖപ്പെടുത്തിയിരുന്നതായി സമയം കഴിഞ്ഞിട്ടും കാത്തുനിന്നു. പ്രിസൈഡിംഗ് ഓഫീസർ ക്യൂവിൽ നിൽക്കുന്നവർക്ക് ടോക്കൺ നൽകിക്കൊണ്ട് വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം നൽകി. ഗ്രാമപ്രദേശമായ എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ പഞ്ചായത്തുകളിലെ പോളിംഗ് ബൂത്തുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഭൂരിഭാഗം ബൂത്തുകളിലും 85% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മതിലകം കൂളിമുട്ടം 61 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് 2 മണിക്കൂർ പോളിംഗ് നിർത്തിവച്ചു. ബാറ്ററി ഡൗൺ ആയതാണ് പ്രശ്നം. പകരം ബാറ്ററി കൊണ്ടുവന്നാണ് വോട്ടിംഗ് പുനരാരംഭിച്ചത്. എറവ് TFM സ്കൂളിൽ 1 മണിക്കൂറോളം വോട്ടെടുപ്പ് സ്തംഭിച്ചു. TFM സ്കൂളിലെ 151 നമ്പർ ബൂത്തിൽ യന്ത്ര തകരാർ മൂലം 1 മണിക്കൂർ വോട്ടിംഗ് സ്തംഭിച്ചു. യന്ത്രത്തിൽ ബട്ടൺ അമർത്തുമ്പോൾ വെളിച്ചം തെളിയാത്തതാണ് കാരണം. ഇതുമൂലം വോട്ട് ചെയ്യാനാകാതെ പല വോട്ടർമാരും മടങ്ങിപ്പോയി. അരിമ്പൂരിലെ പരക്കാട് വില്ലേജ് ഓഫീസിൽ നിന്ന് പുതിയ വോട്ടിംഗ് യന്ത്രം കൊണ്ടുവന്നാണ് വോട്ടെടുപ്പ് വീണ്ടും തുടങ്ങിയത്. മാള മേഖലയിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. രാത്രിയിലെ കനത്ത മഴയെ തുടർന്ന് പല സ്ഥലത്തും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരുന്നു. രാവിലെയുണ്ടായ മോശം കാലാവസ്ഥ കാരണം സ്ത്രീ വോട്ടർമാർ പല ബൂത്തുകളിലും കുറവായിരുന്നു. ചില ബൂത്തുകളിൽ അല്പം വൈകിയാണ് പോളിംഗ് തുടങ്ങാനായത്. മാള മേഖലയിൽ 94 ബൂത്തുകളാണുള്ളത്. പാലശ്ശേരി സ്കൂളിലെ 156 നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. വോട്ടിംഗ് ആരംഭിച്ച് 1 മണിക്കൂർ കഴിഞ്ഞാണ് യന്ത്രം തകരാറിലായത്. വടക്കാഞ്ചേരി മേഖലയിൽ വലിയ തിരക്കാണ് പോളിംഗ് ബൂത്തുകളിൽ പ്രകടമായത്. രാവിലെ മോക്ക് പോളിംഗ് ആരംഭിച്ചപ്പോൾ ചില ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായത് കുറച്ചുനേരം പ്രതിസന്ധി സൃഷ്ടിച്ചു. എന്നാൽ പോളിംഗ് ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ തകരാറുകൾ പരിഹരിച്ച് പോളിംഗ് തടസ്സമില്ലാതെ ആരംഭിച്ചു. രാവിലെ 7 മണിക്ക് തന്നെ സ്ത്രീകളടങ്ങുന്ന വോട്ടർമാരുടെ നീണ്ട നിര ബൂത്തുകളിലുണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ തന്റെ നാട്ടിലെ പനങ്ങാട്ടുകര MNDS LP സ്കൂളിലെ 53 നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കുടുംബസമേതമാണ് മന്ത്രി വോട്ട് ചെയ്യാൻ എത്തിയിരുന്നത്. ചലച്ചിത്ര താരം KPSC ലളിത എങ്കക്കാട് ശ്രീരാമ സ്മാരക LP സ്കൂളിലെ 31 നമ്പർ ബൂത്തിലാണ് തന്റെ വോട്ട് രേഖപ്പെടുത്തിയത്. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 72 ബൂത്തുകളിലാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത്. വടക്കാഞ്ചേരി CI സെൽവരാജ്, തിരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള CI സ്റ്റീഫൻ, SI അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി.
ചാലക്കുടി അസംബ്ലി നിയോജക മണ്ഡലത്തിലെ 185 ബൂത്തുകളിലും രാവിലെ 7 മണിയോടെ തന്നെ പോളിംഗ് ആരംഭിച്ചു. യന്ത്ര തകരാർ പല ബൂത്തുകളിലും സുഗമമായ പോളിംഗിന് തടസ്സം സൃഷ്ടിച്ചു. 5 ഇടങ്ങളിലാണ് വോട്ടിംഗ് തടസ്സപ്പെട്ടത്. ചാലക്കുടി നഗരസഭയിലെ വിആർപുരം സ്കൂളിലെ 39 നമ്പർ ബൂത്ത്, എലിഞ്ഞിപ്രയിലെ 39 നമ്പർ അംഗൻവാടി ബൂത്ത്, കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ 69 നമ്പർ ബൂത്ത്, പുലാനിയിലെ VBUP സ്കൂൾ ബൂത്ത്, പുഷ്പഗിരിയിലെ 138 നമ്പർ ബൂത്ത് എന്നിവിടങ്ങളിലാണ് യന്ത്രങ്ങൾ പണിമുടക്കിയത്. എന്നാൽ അരമണിക്കൂറിനകം എല്ലായിടത്തും തകരാർ പരിഹരിച്ച് വോട്ടിംഗ് പുനരാരംഭിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ കാറ്റും മഴയും നിയോജക മണ്ഡലത്തിലെ വൈദ്യുത വിതരണത്തെ കാര്യമായി ബാധിച്ചിരുന്നു. പല ബൂത്തുകളും വൈദ്യുതി ഇല്ലാത്തതിനാൽ മെഴുകുതിരി വെട്ടത്തെ ആശ്രയിച്ചു. ചില ബൂത്തുകളിൽ ജനറേറ്ററുകളും ഉപയോഗിക്കുന്നുണ്ട്. BD ദേവസി MLA കൊരട്ടി പഞ്ചായത്തിലെ കോനൂർ ജ്യോതി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. അതിരാവിലെ ഭാര്യ ബ്രിജീത്തയോടൊപ്പം എത്തിയാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തീരദേശത്ത് സമാധാനപരം. പലയിടത്തും VVPATകളും വോട്ടിംഗ് മെഷീനുകളിൽ തകരാർ കണ്ടെത്തിയതിനാൽ അരമണിക്കൂറിലധികം വൈകിയാണ് വോട്ടെടുപ്പ് ആരംഭിക്കാനായത്. കുട്ടമംഗലം MLP സ്കൂളിലെ 3 നമ്പർ ബൂത്ത്, ചെളിങ്ങാട് ഹിദാത്തുൽ ഇസ്ലാം മദ്രസ ബൂത്ത് എന്നിവിടങ്ങളിൽ VVPATും പുതിയക്കാവ് AMUP സ്കൂളിലെ ബൂത്തിലും മതിലകം കൂളിമുട്ടം KMLP സ്കൂളിലും വോട്ടിംഗ് മെഷീനുകളുമാണ് തകരാറിലായത്. കൂളിമുട്ടം KMLP സ്കൂളിലെ 61 നമ്പർ ബൂത്തിൽ 324 വോട്ടുകൾ രേഖപ്പെടുത്തിയ ശേഷമാണ് മെഷീൻ തകരാറിലായത്. 2 മണിക്കൂറിലധികം ഇവിടെ വോട്ടെടുപ്പ് നിർത്തിവെക്കേണ്ടി വന്നു. കൺട്രോൾ യൂണിറ്റിലെ ബാറ്ററി ശേഷി കുറഞ്ഞതാണ് പ്രശ്നമായത്. പകരം മറ്റൊരു കൺട്രോൾ യൂണിറ്റ് എത്തിച്ചെങ്കിലും VVPAT തകരാറിലായതിനാൽ വീണ്ടും മറ്റൊരു യൂണിറ്റ് എത്തിച്ചാണ് വോട്ടെടുപ്പ് പുനരാരംഭിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടെ മുടങ്ങിയ വോട്ടെടുപ്പ് 2 മണിക്ക് ശേഷമാണ് തുടങ്ങിയത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിലെ 32 നമ്പർ ബൂത്തിൽ വോട്ടർമാർക്ക് നൽകുന്ന സ്ലിപ്പ് തീർന്നതിനെ തുടർന്ന് അരമണിക്കൂറോളം വോട്ടെടുപ്പ് നിർത്തിവെച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ 26 പ്രശ്നബാധിത ബൂത്തുകളിലും കേരള പോലീസിന് പുറമെ CISF ഭടന്മാരുടെയും സംരക്ഷണത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. മുപ്ലിയത്ത് വോട്ട് ചെയ്യാനെത്തിയ 2 പേരുടെ വോട്ട് മുമ്പ് രേഖപ്പെടുത്തിയതായി കണ്ടെത്തി കള്ളവോട്ട് നടന്നതായി പരാതി. ഉപ്പുഴി അങ്കണവാടിയിൽ ഉച്ചതിരിഞ്ഞ് ഒരു യുവതി വോട്ട് ചെയ്യാനെത്തിയപ്പോൾ അവരുടെ വോട്ട് മറ്റൊരാൾ ചെയ്തതായി കണ്ടെത്തിയത്. ഇത് കള്ളവോട്ടല്ലെന്നും വോട്ടർ പട്ടികയിലെ പിഴവാണെന്നും ആക്ഷേപമുണ്ട്. മുപ്ലിയം സ്വദേശി MS ശരത്ത് മുപ്ലിയം സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥർ അനുവദിച്ചില്ല. ശരത്തിന്റെ വോട്ട് പോസ്റ്റ് ബാലറ്റായി നൽകിയിട്ടുണ്ടെന്നും വോട്ട് അനുവദിക്കില്ലെന്നുമായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിലപാട്. പരാതി നൽകിയതോടെ ശരത്തിന് ചലഞ്ചിംഗ് വോട്ടിന് അവസരം നൽകി. ആംബുലൻസിലെത്തി വോട്ട് ചെയ്ത് മടങ്ങി വെട്ടുകാട് സ്വദേശി തങ്കപ്പൻ. വീണ് നട്ടലിന് പരിക്കേറ്റ് കിടപ്പിൽ കഴിയുന്ന വെട്ടുകാട് സ്വദേശി തിരുവിട്ടുവിള തങ്കപ്പനാണ് ആംബുലൻസിലെത്തി വോട്ട് ചെയ്തത്. ഒല്ലൂർ മണ്ഡലത്തിലെ പുത്തൂർ ഈസ്റ്റിലെ 165 ബൂത്തിലായിരുന്നു തങ്കപ്പന് വോട്ട്. രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് പോളിംഗ് ഉദ്യോഗസ്ഥനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിയാരം പഞ്ചായത്തിലെ 79 നമ്പർ കൊന്നക്കുഴി ഫുഡ് ടെക്നോളജി ബൂത്തിലെ സെക്കൻഡ് പോളിംഗ് ഓഫീസർ പ്രേംലാലിനെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജനാധിപത്യ വ്യവസ്ഥയിൽ പൗരന് അടിസ്ഥാനപരമായ അവകാശവും പ്രതീക്ഷയുമാണ് വോട്ടവകാശമെന്ന് ഗാനരചയിതാവ് ഹരിനാരായണൻ പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്തിലെ കരിക്കാട് 30 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം TCVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വോട്ട് ചെയ്യാതിരിക്കുന്നത് അവനവനോട് ചെയ്യുന്ന ദ്രോഹമാണെന്നും ഹരിനാരായണൻ പറഞ്ഞു. അടാട്ട് പഞ്ചായത്തിലെ ചിറ്റിലപ്പള്ളി VV സ്കൂളിലെ 2 ബൂത്തുകളിൽ വോട്ടെടുപ്പ് മന്ദഗതിയിലായിരുന്നുവെന്ന് ആക്ഷേപമുയർന്നു. 4 മണിക്കൂറിലേറെ വരിയിൽ നിന്നിട്ടും വോട്ട് ചെയ്യാനാവാത്ത അവസ്ഥ ഇവിടെ ഉണ്ടായതായാണ് പരാതി. വോട്ട് ചെയ്യാനെത്തിയവരുടെ പരാതിയെ തുടർന്ന് 2 ബൂത്തുകളിലേക്കും 2 പോളിംഗ് ഉദ്യോഗസ്ഥരെ വീതം കൂടുതലായി നിയോഗിക്കുകയായിരുന്നു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ SUCI സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുജ ആന്റണി കൊടുങ്ങല്ലൂരിലെ അത്താണി ബാലാനുബോധിനി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെടുപ്പിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം മികച്ചതാണെന്നും അവർ പറഞ്ഞു. മറ്റത്തൂർ പഞ്ചായത്തിലെ കാരിക്കടവ് ശാസ്താംപൂവം ആദിവാസി കോളനികളിലെ വോട്ടർമാർ ചൊക്കന എസ്റ്റേറ്റ് റിക്രിയേഷൻ ക്ലബ്ബിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ശാസ്താംപൂവം കോളനിയിലെ 147 പേരും കാരിക്കടവിലെ 49 പേരും ഉൾപ്പെടെ ഈ ബൂത്തിന്റെ പരിധിയിൽ 196 ആദിവാസികൾക്കാണ് വോട്ടവകാശമുള്ളത്. ഇവരിൽ 140 പേർ എത്തി വോട്ട് രേഖപ്പെടുത്തി. ഉൾക്കാട്ടിൽ തേൻ ശേഖരിക്കാൻ പോയ ആദിവാസി കുടുംബങ്ങളിൽ ചിലർ വോട്ട് ചെയ്യാനെത്തിയില്ല. വോട്ടിംഗ് മെഷീന് തകരാറ് സംഭവിച്ചതുകൊണ്ട് ചൊക്കന ബൂത്തിൽ രാവിലെ 8 മണിയോടെ മാത്രമേ പോളിംഗ് തുടങ്ങാനായുള്ളൂ. ഇതു കണക്കിലെടുത്ത് വൈകുന്നേരം 7 മണിവരെ പോളിംഗ് സമയം നീട്ടിയിരുന്നു.
സംവിധായകൻ കമൽ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്ന് കമൽ പറഞ്ഞു. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുവാൻ ഈ തെരഞ്ഞെടുപ്പിന് കഴിയുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഓർത്തഡോക്സ് സഭയുടെ അഹമ്മദാബാദ് ഭദ്രാസന മെത്രാപ്പൊലീത്തയും ആർത്താറ്റുകുന്നംകുളം മഹാ ഇടവകയുടെ സഹായ മെത്രാനുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയസ് മെത്രാപ്പൊലീത്ത കുന്നംകുളം ബോയ്സ് സ്കൂളിലെ 98-ാം ബൂത്തിൽ വോട്ട് ചെയ്തു. വോട്ട് രേഖപ്പെടുത്തുന്നതിനായി മെത്രാപ്പൊലീത്ത കഴിഞ്ഞ ദിവസമാണ് കുന്നംകുളത്തെത്തിയത്. കുന്നംകുളം കണിയമ്പാൽ സ്വദേശിയാണ് ഇദ്ദേഹം. കൊന്നക്കുഴി പോളിംഗ് ബൂത്തിലെ 2 ഉദ്യോഗസ്ഥർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സ തേടി. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ജിതേഷിനാണ് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. ഇയാളെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് സെക്കൻഡ് പോളിംഗ് ഓഫീസർ പൊയ്യ സ്വദേശി വെളിയംപറമ്പിൽ പ്രേംലാലിനെ നേരത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഒരു ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക്. ചന്ദ്രാപ്പിനിയിൽ നിരവധി പേർക്ക് നായയുടെ കടിയേറ്റു. ചന്ദ്രാപ്പിനി തലാപുരം പ്രദേശങ്ങളിൽ രാവിലെ 6:45 സംഭവം. വീട്ടിൽ വളർത്തിയിരുന്ന നായ കെട്ടഴിഞ്ഞു പോയതിനെ തുടർന്നാണ് നാട്ടുകാർക്ക് കടിയേറ്റത്. നായയ്ക്ക് പേയുള്ളതായി സംശയിക്കുന്നുണ്ട്. ചന്ദ്രാപ്പിനി സ്വദേശികളായ കളാമ്പുറത്ത് ആനന്ദന്റെ ഭാര്യ രമണി, കാട്ടാമ്പുള്ളി അനീഷ്, മുല്ലക്കര അഭിലാഷിന്റെ ഭാര്യ ജിജി, പുലിക്കോട്ടിൽ ആന്റണിയുടെ ഭാര്യ റോസിലി, മുളങ്ങാട്ടുപറമ്പിൽ പ്രതാപൻ എന്നിവർക്കാണ് കടിയേറ്റത്. ഇവർക്ക് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നൽകി. കാലിൽ സാരമായി പരിക്കേറ്റ പ്രതാപൻ കാലിലെ കെട്ടുമായാണ് വോട്ട് ചെയ്യാനെത്തിയത്. നായയെ നാട്ടുകാർ പിടികൂടി ഉടമയുടെ വീട്ടിലെത്തിച്ചു. ഗുരുവായൂർ മാവിൻചുവട് കാറിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. മാവിൻചുവട് ശ്രീനിലയത്തിൽ വിജയകുമാറിനാണ് പരിക്കേറ്റത്. ഉച്ചതിരിഞ്ഞ് 4:30 അപകടം. റോഡ് മുറിച്ച് കടക്കാനുള്ള ശ്രമത്തിനിടയിൽ ചൂണ്ടൽ ഭാഗത്തേക്ക് പോയിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. ഇടത് കാലിന് സാരമായി പരിക്കേറ്റ ഇയാളെ ഗുരുവായൂർ ആക്സ് പ്രവർത്തകർ ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കയ്പമംഗലം ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന ബൈക്കിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് യാത്രക്കാരന് പരിക്കേറ്റു. കാളമുറി സ്വദേശി കണ്ടങ്ങാട്ടിൽ മുരളിക്കാണ് പരിക്കേറ്റത്. ഇയാളെ പെരിഞ്ഞനത്ത് ലൈഫ് ഗാർഡ്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 8:30 കയ്പമംഗലം പനമ്പിക്കുന്നിലായിരുന്നു അപകടം. റോഡരികിലെ മാവിന്റെ ഉണങ്ങിയ മരച്ചില വീണാണ് അപകടമുണ്ടായത്. പാവറട്ടി പൂവത്തൂർ കോലിക്കൽ പാലത്തിന് സമീപം സ്കൂട്ടറും ഗുഡ്സ് ഓട്ടോയും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. കേബിൾ TV ജീവനക്കാരായ ചാവക്കാട് ഓവാട്ട് വീട്ടിൽ വിനോജ്, തിരുനെല്ലൂർ സ്വദേശി തൂമാട്ട് വീട്ടിൽ സജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി പൂവത്തൂരിലേക്ക് പോകും വഴി എതിരെ വന്ന വാഹനം ഇടിക്കുകയായിരുന്നു. ഇവരെ പാവറട്ടി സെന്റ് ജോസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാവറട്ടി പോലീസിൽ പരാതി നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. 17ാം പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് പൂർണ്ണം. ജില്ലയിൽ കനത്ത പോളിംഗ്. വോട്ട് ചെയ്യാനാകാതെ ജില്ലയിലെ പോളിംഗ് ബൂത്തുകളിൽ നിന്ന് നിരാശരായി മടങ്ങിയത് നിരവധി പേർ. വോട്ടർ പട്ടികയിൽ പേരില്ലാതായ കുടുംബങ്ങൾ നിരവധിയെന്ന് പരാതി. ചേറ്റുവ ചിപ്ലിമാടിൽ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം. കുടിവെള്ളക്ഷാമം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വോട്ട് ബഹിഷ്കരണം. ജില്ലയിൽ വീണ്ടും ATM കവർച്ചാശ്രമം. കേച്ചേരിയിൽ ATM കൗണ്ടറിൽ കവർച്ചാശ്രമം നടത്തിയ മോഷ്ടാവിന്റെ ദൃശ്യം CCTVയിൽ പതിഞ്ഞു. വോട്ടിംഗ് മെഷീനുകൾ ഇത്തവണയും വില്ലനായി. വിവിധയിടങ്ങളിൽ വോട്ടിംഗ് വൈകിയത് പ്രതിഷേധത്തിനിടയാക്കി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.